നമസ്കാരം. NCERT-യുടെ 7ാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പാഠമായ ദുർബുദ്ധിഃ വിനശ്യതി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതൊരു കഥയാണ്. പഞ്ചതന്ത്രത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. ഈ പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മയാണ് എഴുതിയത്. അപ്പം എന്താണെന്ന് നമുക്ക് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ദുർബുദ്ധിഃ വിനശ്യതി എന്ന പാഠത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് ആദ്യം ഒന്ന് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. പിന്നെ ചെറിയ ചെറിയ വ്യാകരണ കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കൊച്ചു കുട്ടികളാണ്, വ്യാകരണം പഠിക്കണമെന്നില്ല എങ്കിൽ പോലും നമുക്കിത് പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യാകരണ കാര്യങ്ങളും കൂടെ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അസ്തി മഗധദേശേ ഫുല്ലോൽപല നാമ ഹരഃ തത്ര സങ്കടവികടൗ ഹംസൗ നിവസതഃ കമ്പുഗ്രീവ നാമകഃ തയോഃ മിത്രം ഏകഃ കൂർമഃ അപി തത്രൈവ പ്രതിവസതി സ്മ. അസ്തി മഗധദേശേ ഫുല്ലോൽപല നാമ സരഃ. സരഃ എന്ന് പറഞ്ഞാൽ സരസ്, തടാകം. ഈ തടാകത്തിന്റെ പേരെന്താണ്? പുല്ലോൽപലം. അപ്പൊ പുല്ലോൽപലം എന്ന പേരായ ഒരു തടാകം മഗധദേശത്തിൽ ഉണ്ട്. അസ്തി ഉണ്ട്. തത്ര സങ്കടവികടൗ ഹംസോ നിവസതഃ. സങ്കടവികടൗ രാമകൃഷ്ണൗ എന്ന് പറയും പോലെ, ലവകുശൗ എന്ന് പറയും പോലെ ദ്വിവചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കടനും വികടനും രണ്ടുപേരാണ്. അതുകൊണ്ടാണ് ഹംസൗ എന്നും ദ്വിവചനം ഉപയോഗിച്ചത്. അപ്പം സങ്കടവികടൗ ഹംസൗ, സങ്കടൻ എന്നും വികടൻ എന്നും പേരായ രണ്ടരയന്നങ്ങൾ താമസിച്ചിരുന്നു ഈ പുല്ലോൽപലം എന്ന് പറയുന്ന സരസില്. കമ്പുഗ്രീവ നാമകഃ തയോഃ മിത്രം ഏകഃ കൂർമഃ അപി തത്രൈവ പ്രതിവസതി സ്മ. കമ്പുഗ്രീവൻ എന്നു പേരായ തയോഃ മിത്രം, അവരുടെ കൂട്ടുകാരൻ. അപ്പൊ സങ്കട വികടന്റെ കൂട്ടുകാരന്റെ പേരാണ് കമ്പുഗ്രീവൻ. ഈ കമ്പുഗ്രീവൻ ആരാണ്? ഏകഃ കൂർമഃ, ഒരാമയാണ്. ഈ ആമയും തത്രൈവ പ്രതിവസതി സ്മ. അപ്പൊ ഇവിടെ ഇച്ചിരി ഒരു വ്യാകരണം നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഈ സ്മ എന്ന് പറയുന്നത് അവ്യയമാണ്. അവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നിങ്ങൾക്കറിയാം, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്ന് 3 ലിംഗമുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് 3 വചനമുണ്ട്. 7 വിഭക്തികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 7 വിഭക്തികളിലും 3 വചനങ്ങളിലും 3 ലിംഗങ്ങളിലും ഒന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവാതെ സ്ഥിരമായി നിൽക്കുന്നതിനെയാണ് അവ്യയം എന്ന് പറയുന്നത്, മാറ്റമില്ലാത്തത്. അപ്പോൾ പ്രതിവസതി എന്ന് പറഞ്ഞാൽ വസിക്കുന്നു, അതിൻ്റെ കൂടെ സ്മ ചേർത്തപ്പോൾ ഭൂതകാലം കിട്ടി. ഇത് വസതി എന്ന ലട്ടാണ്, അതിൻ്റെ കൂടെ സ്മ എന്ന അവ്യയം ചേർത്തപ്പോൾ അത് ഭൂതകാലമായി. താമസിച്ചു, വസിച്ചിരുന്നു എന്നാണ് കിട്ടുന്നത്. ഇത് തത്രൈവ പദം തിരിക്കുമ്പം തത്ര അധികം ഏവ, അവിടെ തന്നെ. തത്ര ഏവ, അവിടെ തന്നെ കമ്പുഗ്രീവൻ എന്ന പേരായ അവരുടെ കൂട്ടുകാരനായ ആമയും താമസിച്ചിരുന്നു. അഥ ഏകദ ധീവരാഹ തത്ര ആഗച്ഛൻ തേ അകഥയൻ വയം ശ്വഃ മത്സ്യകൂർമാദീൻ മാരയിഷ്യാമഃ. ഏതത് ശ്രുത്വാ കൂർമഃ അവദത് മിത്രേ കിം യുവാഭ്യാം ധീവരാണാം വാർത്താ ശ്രുതാ. അധുനാ കിം അഹം കരോമി? ഹംസോ അവദത പ്രാതഃ യത് ഉചിതം തൽ കർത്തവ്യം. കൂർമഃ അവദത് നൈവം തത് യഥാ അഹം അന്യം കൃതം ഗച്ഛാമി തഥാ കുരുതം. ഹംസോ അവദതാം ആവാങ്കിം കരവാവ. കൂർമഃ അവദത് അഹം യുവാഭ്യാം സഹ ആകാശമാർഗേണ അന്യത്ര ഗന്തും ഇച്ഛാമി. അഥ, അതിനുശേഷം ഏകദാ ഒരിക്കൽ ധീവരാഹ, ധീവരന്മാരെന്ന് പറഞ്ഞാൽ മുക്കുവർ, മത്സ്യം പിടിക്കുന്നവര്, തത്ര ആഗച്ഛൻ അവിടേക്ക് വന്നു. തേ അകഥയൻ അവര് പറഞ്ഞു, വയം ശ്വഃ മത്സ്യകൂർമാദീൻ മാരയിഷ്യാമഃ. വയം നമ്മൾ നാളെ ഈ ആമകളെയും മത്സ്യത്തെയൊക്കെ കൊല്ലും.
നമ്മൾ നാളെ ഇവയൊക്കെ കൊല്ലും, ഇതിനെയൊക്കെ നമ്മൾ കൊല്ലും എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെയൊക്കെ നാളെ വന്ന് പിടിച്ചുകൊണ്ട് പോവും. ഏത് ശ്രുത്വ കൂർമഹാവത, ഇത് ആര് കേട്ടു? ആമ കേട്ടു. ഏതത് ശ്രുത്വ, ശ്രുത്വ ത്വായിൽ അവസാനിക്കുന്നു. ഇത് കേട്ടിട്ട് കൂർമഹ അവതത്, ആമ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മിത്രേ, മിത്രേ എന്ന് പറഞ്ഞത് രണ്ടു പേരുണ്ടായതുകൊണ്ടാണ്. മിത്രം, മിത്രേ, മിത്രാണി. മിത്രേ അതായത് സങ്കട വികടന്മാരോട് പറയുകയാണ്. കിം യുവാഭ്യാം ധീവരാണാം വാർത്ത ശ്രുവ, നിങ്ങളാൽ ഈ ധീവരന്മാർ പറഞ്ഞ വാർത്ത കേട്ടോ? നിങ്ങൾ ഈ ധീവരന്മാർ പറഞ്ഞത് കേട്ടുവോ? അധുന കിം അഹം കരോമി, അഹം കിം കരോമി, അഹം കിം കരോമി അധുന, അധുന ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഹംസോ അവതത, അരേനങ്ങൾ പറഞ്ഞു. പ്രാതഃ യത് ഉചിതം തത് കർത്തവ്യം, രാവിലെ എന്താണ് നമുക്ക് യോജിച്ചത് അത് നമുക്ക് ചെയ്യാം. നമുക്ക് ഉചിതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് രാവിലെ ചെയ്യാം. കൂർമഹാവത്, ഉടനെ ആമ എന്താ പറഞ്ഞത്? മായേവം, മൈവം പതിരിക്കും മായവം, ഏയ് അങ്ങനെ വേണ്ട, അങ്ങനെ പറയരുത്, അങ്ങനെ അല്ല വേണ്ടത്. അത് യഥാ അഹം അന്യം ഹൃദം ഗച്ഛാമി തഥാ കുരുതാം, എനിക്ക് ഇവിടുന്ന് മറ്റൊരു തടാകത്തിലേക്ക് പോകണം, മറ്റൊരു തരത്തിലേക്ക് പോകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. യഥാ തഥാ, എപ്രകാരമാണോ അപ്രകാരം. ഹംസോ അവതത, ഉടനെ അരേനങ്ങൾ പറഞ്ഞു. ആവാം കിം കരവാവ, ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യാനാണ്? കൂർമഹ അവതത്, ആമ പറഞ്ഞു. അഹം യുവാഭ്യാം സഹ ആകാശമാർഗേണ അന്യത്ര ഗന്ധം ഇച്ഛാമി. എന്താ ആമ പറഞ്ഞത്? അഹം ഞാൻ, യുവാഭ്യാം സഹ നിങ്ങൾ രണ്ടുപേരോടും കൂടി, ആകാശമാർഗേണ ആകാശത്തിലൂടെ, അന്യത്ര ഗന്ധം ഇച്ഛാമി മറ്റൊരിടത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിന് ആഗ്രഹിക്കുന്നു. ഗന്ധം അവിടെ തുമുന്നന്താണ്, അവസാനിക്കുമ്പോൾ തുമുന്നന്തം അവ്യയമാണ്. ഹംസോ അവതത അത്ര കാ ഉപായ കശ്ചപ വദതി യുവാം കാഷ്ടദണ്ഡം ഏകം ചഞ്ച്വ ധാരയത, അഹം കാഷ്ടദണ്ഡമധ്യേ അവലംബ്യ യുവയോः പക്ഷബലേന സുഖേന വിമിഷ്യാമി. ഹംസോ അഗതേതാം സംഭവതി ഏഷഃ ഉപായഃ കിന്തു അത്ര ഏകഃ അപായോ അപി വർത്തതേ. ആവാഭ്യാം നീയമാനം ത്വാമവലോക്യ ജനാഃ കിഞ്ചിത് വദിഷ്യന്തി ഏവ, യദി ത്വമുത്തരം ദാസ്യസി തദാ ഏവ മരണം നിശ്ചിതം, അതഃ ത്വം അത്രൈവ വസ. തത് ശ്രുത്വാ ക്രുദ്ധഃ കൂർമഃ അവദത്, കിമഹം മൂർഖഃ ഉത്തരം ന ദാസ്യാമി കിഞ്ചിദപി ന വദിഷ്യാമി, അതഃ അഹം യഥാ വദാമി തഥാ യുവാം കുരുത. ഹംസോ അവതത, ആ രണ്ടരയന്നങ്ങളും കൂടി പറഞ്ഞു. അത്ര കഹ ഉപായ, ഇവിടെ ഇനിയിപ്പോൾ എന്താണ് മാർഗം? കശ്ചപഹ വദതി, കച്ചപഹ എന്ന് പറഞ്ഞാൽ ആരാണ്? കൂർമഹ പറഞ്ഞു. പറയുന്നത് എന്താ പറഞ്ഞത്? യുവാം നിങ്ങൾ രണ്ടുപേരോട് എന്ത് വേണം? കാഷ്ടദണ്ഡം ഏകം ചഞ്ച്വ ധാരയതാം, ഒരു വിറക് കൊള്ളി, ഒരു വിറക് കൊള്ളി എന്ത് വേണം? ഒരു വിറക് കൊള്ളി എടുത്തിട്ട് ചഞ്ച്വ ധാരയതാം രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം? ചുണ്ടിൽ കടിച്ചു പിടിക്കണം, ചുണ്ടുകൊണ്ട് ആ വിറക് കഷ്ണം കടിച്ചു പിടിക്കണം. അഹം കാഷ്ടദണ്ഡ മധ്യേ അവലംബ്യ യുവയോഹോ പക്ഷബലേന സുഖേന ഗമിഷ്യാമി, ഞാൻ എന്ത് ചെയ്യും? കാഷ്ടദണ്ഡ മധ്യേ, ആ വിറക് കൊള്ളിയുടെ മധ്യഭാഗത്ത്, ആ മധ്യഭാഗത്തെ അവലംബ്യ ആശ്രയിച്ചിട്ട്, യുവയോഹോ പക്ഷബലേന നിങ്ങളുടെ രണ്ടുപേരുടെയും ചിറകിൻ്റെ ബലത്താൽ, സുഖേന ഗമിഷ്യാമി സുഖമായി പോകും. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു വിറക് കഷ്ണം എടുത്ത് കടിച്ചു പിടിക്കുക, ഞാൻ എൻ്റെ മധ്യത്തിൽ ഞാൻ ഒന്ന് കിടന്നോളാം, തൂങ്ങി കിടന്നോളാം, എന്നിട്ട് നിങ്ങൾ പറക്കണം, ഞാൻ സുഖമായി സഞ്ചരിച്ചോളാം. ഹംസോ അഗതേത, ഉടനെ ഈ അരണ്യങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു. എന്താണ്? സംഭവതി യേഷ ഉപായഃ, ഇത് നടക്കാവുന്ന കാര്യമാണ്. കിന്തു എന്നാൽ അത്ര ഏകഃ അപായോ വിവർത്തതേ, ഉപായത്തിന് വിപരീതമാണ് അപായം. ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണത്? ആവാഭ്യാം നിയമാനം ത്വാം അവലോക്യ ജനാഃ
കിഞ്ചിത് വദിഷ്യന്തിയേവ ആവാഭ്യാം നിയമാനം ഞങ്ങൾ രണ്ടുപേരാൽ നയിക്കപ്പെടുന്ന ത്വാം അവലോക്യ നിന്നെ കണ്ടിട്ട് ജനങ്ങൾ കിഞ്ചിത് വദിഷ്യന്തി എന്തെങ്കിലുമൊക്കെ പറയും. അവര് ചിലതൊക്കെ വിളിച്ചു പറയും. അപ്പോഴോ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യദി ത്വം ഉത്തരം ദാസ്യസി തഥായേവം മരണം നിശ്ചിതം. അപ്പോൾ അത് കേട്ടിട്ട് അതിനെന്തെങ്കിലും മറുപടി നീ കൊടുത്താൽ, ദാസ്യസി മധ്യമപുരുഷനായോണ്ടാണ്, തഥായേവം മരണം നിശ്ചിതം, അപ്പോൾ തന്നെ നിന്റെ മരണം ഉറപ്പാണ്. അതഹ ത്വം അത്രൈവ വസ അത്രൈവ അത്രാധികമേവ അതഹ അതുകൊണ്ട് ത്വം നീ അത്രയേവ വസ ഇവിടെ തന്നെ വസിച്ചാലും. തത് ശ്രുത്വ ക്രുദ്ധ കൂർമ്മഃ അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആമച്ചാർക്ക് അങ്ങ് ദേഷ്യം വന്നു. അത് കേട്ടിട്ട് ക്രുദ്ധനായ ആമ പറഞ്ഞു, എന്താണ്? അബദത് വദത് അതിൻ്റെ ലങ്ങാണ്. പറഞ്ഞു, കിം അഹം മൂർഖഃ കിം അഹം കിം അഹം മൂർഖഃ അഹം മൂർഖഃ കിം എന്ത് ഞാൻ മൂഢനാണോ മണ്ടനാണോ? ഉത്തരം ന ദാസ്യാമി ഞാൻ എന്ത് ചെയ്യില്ല. അഹം ന ദാസ്യാമി ഉത്തമപുരുഷ ക്രിയയാണ്, അതുകൊണ്ട് അവിടെ കർത്താവ് ഞാനാണ്. ഉത്തരം ന ദാസ്യാമി അഹം ഉത്തരം ന ഞാൻ ഒരു മറുപടിയും കൊടുക്കില്ല. കിഞ്ചിതപി ന വദിഷ്യാമി അഹം കിഞ്ചിതപി ന വദിഷ്യാമി ഞാൻ ഒന്നും പറയില്ല. അതഹ അഹം യഥാ വദാമി തഥാ യുവാങ്കുരുത അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അപ്രകാരം നിങ്ങൾ ചെയ്താലും. ഏവം കാഷ്ടദണ്ഡേ ലംബമാനം കൂർമ്മം പൗരാപശ്യൻ അങ്ങനെ ഈ ഹംസങ്ങൾ രണ്ടുപേരും കൂടി കാഷ്ടദണ്ഡത്തില് ഈ കൂർമ്മത്തെയും തൂക്കിക്കൊണ്ടിങ്ങനെ പറന്നുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഏവം കാഷ്ടദണ്ഡേ ലംബമാനം കൂർമ്മം പൗരാഹ അപശ്യൻ ഈ കാഷ്ടദണ്ഡത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂർമ്മത്തെ ആമയെ പൗരന്മാർ കാണുന്നു. പൗരാഹ അപശ്യൻ അപശ്യത് അപശ്യത അപശ്യൻ പൗരഹ പൗരോ പൗരാഹ പൗരാഹ അപശ്യൻ പൗരജനങ്ങൾ കണ്ടു. പശ്ചാത് അധാവൻ അധാവത് അധാവത അധാവൻ പശ്ചാത് പുറകെ ഓടി. അവതഞ്ച പറഞ്ഞു, എന്താണ്? ഹോ ഹംഹോ മഹദാശ്ചര്യം. ഭയങ്കര ആശ്ചര്യം തന്നെ, അതിശയം തന്നെ. മഹത് ആശ്ചര്യം, മഹദാശ്ചര്യം, അതിശയം തന്നെ. ഹംസാഭ്യം സഹ കൂർമ്മ അവിമുഡ്യതേ രണ്ടരയന്നങ്ങളോട് കൂടി കൂർമ്മവും പറക്കുന്നു. രണ്ടരയന്നങ്ങളോടൊപ്പം ഒരാമയും ഇതാ പറന്നു പോകുന്നു. കശ്ചിത് വദതി ഒരുവൻ പറഞ്ഞു, യദ്യയം കൂർമ്മഃ കഥമപി നിബദതി തഥാ അത്രൈവ ഭക്ത്വാ ഖാദിഷ്യാമി. യദ്യയം യദി അയം കൂർമ്മഃ കഥം അപി നിബദതി എങ്ങനെയെങ്കിലും ഈ ആമ എങ്ങനെയെങ്കിലും ഇവിടെ പതിക്കുകയാണ് എങ്കിൽ തഥാ അപ്പോൾ അത്രൈവ അത്രയേവ ഭക്ത്വ ഇവിടെ തന്നെ ഞാൻ പാചകം ചെയ്തിട്ട് ഖാദിഷ്യാമി തിന്നും, ഞാൻ തിന്നും. ഈ ആമ എങ്ങനെയെങ്കിലും ഒന്ന് തറയിൽ വീണാൽ മതി, ഇവിടെ വെച്ച് തന്നെ ഞാൻ അതിനെ പാകപ്പെടുത്തി കഴിക്കും. അപരഹ അവതത് അപ്പം മറ്റൊരുവൻ പറഞ്ഞു, സരസ്തീരെ ദിക്ത്വ ഖാദിഷ്യാമി എനിക്കാണ് കിട്ടുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സരത്തിന്റെ തടാകത്തിന്റെ തീരത്ത് പോയി അതിനെ ചുട്ടു തിന്നും. അന്യഹ അവത് അപ്പം മറ്റൊരുവൻ പറഞ്ഞു, ഗൃഹം നീത്വ ഭക്ഷിഷ്യാമി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കും. തേഷാം തത് വചനം ശ്രുത്വ അവരുടെ ഇങ്ങനെയുള്ള ഈ വാക്ക് കേട്ടിട്ട് കൂർമ്മഃ ക്രുദ്ധഃ ജാതഃ ആമയ്ക്ക് ദേഷ്യമുണ്ടായി, കോപിഷ്ഠനായി ആമ. മിത്രാഭ്യാം ദത്തം വചനം വിസ്മൃത്യ ആ സുഹൃത്തുക്കൾക്ക് കൊടുത്ത വാക്കിനെ വിസ്മരിച്ചിട്ട് മറന്നിട്ട് സഹാപത അവൻ പറഞ്ഞു, സഹകഹ സഹ കൂർമ്മഃ കൂർമ്മഃ അവതത് കിമവത് യൂയം ഭസ്മഖാതത നീയൊക്കെ പോയി ചാരം വാരി തിന്നടാ, നീയൊക്കെ ചാരം വാരി തിന്നാൻ പറഞ്ഞു. തൽക്ഷണമേവ കൂർമ്മം അങ്ങനെ വായങ്ങ് തുറന്നു, സംസാരിക്കാൻ വേണ്ടി വാ തുറന്നു. അപ്പൊ വാ കൊണ്ടാണ് ഈ കമ്പിലിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നത്. തൽക്ഷണമേവ തത് ക്ഷണമേവ ആ ക്ഷണം തന്നെ, അപ്പോൾ തന്നെ കൂർമ്മഃ ആമ ദണ്ഡാത് ഭൂമൗ പതിതഃ ആ വടിയിൽ നിന്നുള്ള പിടിവിട്ട് ഭൂമിയിലേക്ക് പതിച്ചു. പൗരൈഹി സഹ മാരുതഃ അങ്ങനെ വീണു മരിച്ചു. അതേവോക്ത അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെടുന്നത്. എന്താണ്? സുഹൃദാം ഹിതകാമാനാം വാക്യം യോ ന അഭിനന്ദതി സ
കൂർമ്മൈവ ദുർബുദ്ധി കാഷ്ടാത് പൃഷ്ടോ വിനശ്യതി. ഹിതകാമാനാം സുഹൃതാം വാക്യം യഹ ന അഭിനന്ദതി. ഹിതകാമാനാം സുഹൃതാം വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നന്മ വരണം, നമ്മുടെ നന്മയെ കരുതി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളുടെ വാക്കുകൾ നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ, കേട്ടില്ല എങ്കിൽ ദുർബുദ്ധി കൂർമഹ ഇവ. അപ്പൊ എങ്ങനെയുള്ള? കാഷ്ടാത് പൃഷ്ട ദുർബുദ്ധി കൂർമഹ ഇവ. അപ്പോൾ ആ വിറകിൽ കുള്ളിയിൽ നിന്നും പൃഷ്ടനായ, താഴെ വീഴപ്പെട്ട ആ ദുർബുദ്ധിയായ ആമയെ പോലെ നമ്മൾ നശിക്കും. അപ്പം നമ്മുടെ നന്മയെ കരുതി നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് തരുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയെ കരുതിയായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ നമ്മളെ ഉപദേശിക്കുന്നത് എന്ന് ധരിച്ചിട്ട് നമ്മൾ അതിനെ ശിരസാ വഹിക്കണം. അല്ലെങ്കിൽ ദുർബുദ്ധി വിനശ്യതി, ഇവിടെ കൂർമ്മം നശിച്ചതുപോലെ അങ്ങനെയുള്ള ദുഷ്ടബുദ്ധി, ദുർബുദ്ധി എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധികൾ നശിക്കും. ദുർബുദ്ധി വിപരീതം സുബുദ്ധി. അങ്ങനെ നമുക്കിവിടെ കുറച്ച് മീനിങ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സരഹ എന്ന് പറഞ്ഞാൽ തടാകമാണ്, കൂർമ്മം ആമയാണ്, പ്രതിവസതി സ്മ എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നു, ധീവരാഹ എന്ന് പറഞ്ഞാൽ ആമകളും, മാരീഷ്യാമഹ, മാരീഷ്യമഹ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഇതാണ്, കൊല്ലും, മൈവം അങ്ങനെയല്ല, ഹൃദം തടാകം, ധരേതാം ധരിച്ചാലും, പക്ഷബലേന ചിറകിന്റെ ബലത്താൽ, അപായ, അപായം എന്ന് പറഞ്ഞാൽ അപകടം, നിയമാനം കൊണ്ടുപോകുന്ന, അവിലോക്യ കണ്ടിട്ട്, ലംബമാനം തൂങ്ങിക്കിടക്കുക, ഉട്ടിയതെ പറക്കുക, വിസ്മൃത്യ വിസ്മരിച്ചിട്ട്, ഭസ്മഭസ്മം എന്ന് പറഞ്ഞാൽ ചാരം, സുഹൃതാം സുഹൃത്തുക്കള്, ഹിതകാമാനം നല്ലത് ആഗ്രഹിക്കുന്നു, അഭിനന്ദതി അത് നമ്മൾ സ്വീകരിക്കണം, ദുർബുദ്ധി എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധി.